ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഡേ 11 ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ അന്നേരം നിങ്ങളോട് പറഞ്ഞു ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൽ കൂടെ എക്സ്ട്രാ 2 എഗ്ഗും കൂടെ ആഡ് ചെയ്തു. ബ്രെഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ബ്രെഡ് 2 പീസോ അല്ലെങ്കിൽ 3 പീസ് ഞാൻ അതും കൂടി ഇതിൽ കൂടെ ആഡ് ചെയ്യും. പിന്നെ അതേപോലെ ഒരു പഴം കൊണ്ടുകൊണ്ട് കഴിക്കാനേ, ഇതൊന്നും ഇപ്പോഴല്ല, ഒരു 10:30 to 11 മണി ആ സമയത്ത് കഴിക്കാനാണ് കാണിച്ചത് കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. വിത്ത് എഗ്ഗ്, കുറച്ച് തൈര് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അടിയിൽ ചീസ്, മറ്റേ ഫെറ്റ ചീസ് കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. അതുതന്നെ പിന്നെ നമ്മളുടെ ബ്ലാക്ക് കോഫിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഡ്യൂട്ടിക്ക് പോകണം ഇൻഷാ അല്ലാഹ്. താങ്ക് യു. അപ്പോൾ ഡേ 11 ഞാൻ കോഫി ഒന്ന് മാറ്റി പിടിച്ചാൽ വിചാരിച്ചത്. ഞാൻ കുറച്ച് മുന്നേ മേടിച്ച അഹമ്മദ് ടീയുടെ ഒരു സ്ട്രോബെറി ഫ്ലേവറാണ് കേട്ടോ. ഇത് മധുരമില്ലാണ്ട് കുടിച്ചാൽ ശരിക്കും കോഫി നമുക്ക് പിന്നെ കുടിക്കാം. അപ്പോൾ അത് ഒന്ന് കുടിച്ച് നോക്കാം. നല്ല ടേസ്റ്റ് കേട്ടോ, നല്ല ടേസ്റ്റ്. ഗ്രീൻ ടീ പോലെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് മധുരമില്ലാണ്ട്. അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വന്നത്, ഭക്ഷണം കഴിക്കണമെന്ന് ആയിട്ട് വന്നതില്ല. കാരണം 11 മണി എന്നുള്ളത് 11:30 ആയിക്കണ് ഭക്ഷണം കഴിക്കുമ്പോൾ രാവിലത്തെ. നിങ്ങൾക്കറിയാലോ 16 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ കഴിച്ചത്. ക്ഷീണവും കാര്യങ്ങളൊന്നും വന്നില്ല. വിശന്ന് ചെറുതായിട്ട് ഒരു 10 മണിയാകുമ്പോൾ വിശന്നു. പക്ഷേ 11 മണിക്ക് നമ്മൾ കഴിച്ചോളൂ. അത് കഴിഞ്ഞ് കഴിച്ചപ്പോൾ തന്നെ അത്യാവശ്യം വയറ് ഫുള്ളായിക്കണേ. പിന്നെ ഇന്നൊരു ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ കേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. പക്ഷേ ഞാൻ കഴിച്ചില്ല. അതിൻ്റെ വീഡിയോ ഞാൻ അയക്കുന്നുണ്ട്. അടിപൊളി സീസറിൻ്റെ നല്ല കേക്ക് ആയിരുന്നു, ചോക്ലേറ്റ് കേക്ക് ആയിരുന്നു. പക്ഷേ ഞാൻ കൺട്രോൾ ചെയ്ത് പിടിച്ച് നിന്നിട്ടാണ്. കാരണം നമ്മൾ ഓൾറെഡി ഈ ചലഞ്ചിൽ അതും നിങ്ങളോടൊക്കെ ഇത് ഫോളോ ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ മോശമല്ല, പിന്നെ അത് തെറ്റിക്കലേ. അപ്പോൾ അതൊക്കെ പിടിച്ച് നിന്നു. അത് കഴിഞ്ഞ് ആളുടെ വക, ബർത്ത്ഡേ ഉള്ള ആളുടെ വക ഒരു, നമ്മൾ സാറിനെ സാറിൻ്റെ വക ഒരു ഇതുണ്ടായിരുന്നു, KFC ട്രീറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ അതും ഞാൻ കഴിച്ചില്ല. അതും ചിക്കനാണ് പ്രശ്നം എന്ന് പറഞ്ഞിട്ട് ഞാൻ കഴിച്ചില്ല. അങ്ങനെ അവിടുന്ന് കഴിക്കാൻ പിന്നെ പോരാത്തതിന് ഞാൻ അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടുള്ളൂ, കാരണം വിശപ്പില്ല. അങ്ങനെ ഞാൻ പോന്നിട്ട് ഇവിടെ വന്നിട്ട് ജസ്റ്റ് പഴം കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട് വരാമെന്ന് വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് ഡ്യൂട്ടിക്കാം. ചെറുപഴമുണ്ട്, നല്ല ചെറുതാണ്. അപ്പോൾ അത് കഴിക്കുക, ഒരു നല്ലൊരു കോഫി ഉണ്ടാക്കി കുടിക്കുക, നേരെ പോവുക. അതന്നെ ഇപ്പം ഇന്നത്തെ ഉച്ചക്കത്തെ വിശേഷം. വേറെ ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല. സാധനങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ പോവില്ല. സോ ഗൈസ്, ഇന്നത്തെ കൺട്രോൾ ഇങ്ങനെ. ഞാനൊരു കുക്കുംബറും ഒരു കാബേജും ഒരു ക്യാരറ്റും കൈയെടുത്ത് പിടിക്കുന്നുണ്ട്, വണ്ടി വെക്കാറുണ്ട്. കാരണം അവിടെ 8 മണിയുടെ ഉള്ളിൽ ഇറങ്ങാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് തന്നെ കഴിക്കണം വൈകുന്നേരത്തേക്കുള്ള ഫുഡ്. 8 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫുഡില്ല കേട്ടോ. അപ്പോൾ ഡയറ്റ് ഫോളോ ചെയ്യുന്നവരും ഈ ഒരു ടൈമിംഗ് ഫോളോ ചെയ്യുക. നിങ്ങൾ ഏത് സമയം, ഇപ്പോൾ 10 മണിക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തുടങ്ങുന്നുണ്ടെങ്കിൽ വൈകുന്നേരം 7 മണി വരെ ഫുഡ് കഴിക്കാം. എനിക്ക് എൻ്റെ നൈറ്റ് ഷിഫ്റ്റും ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടാണ്. അപ്പോൾ 11 മണി to 8 മണിയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. 8 hours, അത് കഴിഞ്ഞ് 16 hours ഫാസ്റ്റിംഗ്, അങ്ങനെ. ഓക്കെ, അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് മാറ്റാം. 8 hours എങ്ങനെ വേണമെങ്കിലും ഫ്ലെക്സിബിൾ ആക്കാം. നിങ്ങളെ ഡെയിലി റൂട്ടീൻ അനുസരിച്ചിട്ട് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സമയം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, സോ അതിൻ്റെ വിശേഷങ്ങൾ. ദെൻ ബാക്കി വൈകുന്നേരം ഓടാൻ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇന്നലെ ടിൻഡ് ഒട്ടിക്കാൻ പോയിട്ട് അതിൽ ഒരു ഗ്ലാസ് ഒട്ടിച്ചിട്ടില്ല. കാരണം അതിൻ്റെ ഒരു ഗ്ലാസ്, മെയിൻ ഗ്ലാസിൻ്റെ ടിൻഡ് ആൾ പർച്ചേസ് ചെയ്യാൻ പോയിട്ടുള്ളൂ എന്ന് പറഞ്ഞത്. നല്ല കുറച്ച് ക്വാളിറ്റിയുള്ള ടൈപ്പാണ്. അപ്പോൾ അത് ഒട്ടിക്കാൻ പോകണം. അത് കഴിഞ്ഞ് ഓടാൻ പോകണം. ഒക്കെ കഴിഞ്ഞിട്ട് വിശേഷങ്ങൾ അറിയിക്കാം. അതോടുകൂടി ഡേ 11 കഴിയും. ഞാൻ വൈകുന്നേരം വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഹായ് ഗായ്സ്. അപ്പോൾ ഡേ 11 ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഇന്ന് നല്ല ലേറ്റായി വരാൻ. അപ്പോൾ നാളെ വെള്ളിയാഴ്ച ഒക്കെ അല്ലേ. അപ്പോൾ താടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വിചാരിച്ചു. താടിയൊക്കെ നല്ല വലുതായിട്ടുണ്ട്. താടിയൊക്കെ ഭയങ്കര ബോറാവും ചിലപ്പോൾ വീഡിയോയിൽ. അപ്പോൾ താടിയൊക്കെ സെറ്റ് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ഓൾറെഡി വരുമ്പോൾ ഒരു ആപ്പിൾ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആപ്പിൾ കഴിച്ചിരുന്ന ഒരു 7:30 ആകുമ്പോൾ. അത് കഴിഞ്ഞ് നേരെ വണ്ടിയുടെ ടിൻഡിങ്ങിൻ്റെ ബാക്കി ഒട്ടിക്കാനുള്ളത് ഒട്ടിച്ചു. അതും കഴിഞ്ഞ് വീട്ടിലേക്കൊക്കെ വിളിച്ച് നേരെ റൂമിൽ ഒന്ന് കയറിയിട്ടുള്ളൂ. ഇനി ജസ്റ്റ് താടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട്, അടിയിൽ തന്നെ താടി സെറ്റ് ചെയ്തിട്ട് നേരെ നമ്മൾ ജോഗിങ്ങിന് ഇറങ്ങും. സോ മൊബൈലിൽ തീരെ ചാർജില്ല. പോരാത്തതിന് ഞാൻ എൻ്റെ സ്റ്റോറേജൊക്കെ ഫുള്ളായിട്ട് ഞാൻ iCloud ഒരു പുതിയ ഇത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ മേടിക്കേണ്ടി വന്നു ഇത്രയും വീഡിയോസ് സ്റ്റോർ ചെയ്ത്. അപ്പോൾ ഗൈസ്, സ്റ്റിൽ നമ്മൾ ഫുഡ് കഴിക്കാണ്ട് തന്നെ ഫാസ്റ്റിങ്ങിലാണ്. നാളെ രാവിലേക്കുള്ള സാധനങ്ങൾ വന്നിട്ട് എടുത്ത് വെക്കണം. ആദ്യം ജോഗിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വരട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ താടി നമ്മളൊന്ന് സെറ്റാക്കിയിട്ട് നാളെ ജുമാക്കൊക്കെ പോകണ്ടേ. അപ്പോൾ താടിയൊക്കെ ഒന്ന് സെറ്റാക്കണം. അതാണ് ഇപ്പോഴത്തെ ഉദ്ദേശം. അത് കഴിഞ്ഞ് വന്നിട്ട് ജോഗിങ് കഴിഞ്ഞിട്ട് ബാക്കി വരെ ഞാൻ അറിയിക്കാം. നാളെ രാവിലേക്ക് ഉള്ളതും ഉച്ചക്കൊക്കെ എന്താണെന്നുള്ളതൊക്കെ പ്ലാൻ ചെയ്യാം. ഓക്കെ, സോ ഗൈസ്, താങ്ക് യു.